നല്ല ചൂട് ചപ്പാത്തിയുടെയും ചോറിന്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ടുള്ള ചെറിയൊരു എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി കോളിഫ്ലവർ പെപ്പർ ഫ്രൈഡ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അപ്പൊ അതിനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ ആട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ഇതേപോലെ തീരെ ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വലുതൊന്നും വേണ്ട, ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതേപോലെ തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയും കൂടി ചേർത്ത് പതുക്കെ ഒന്നുകൂടെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ലോണം ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരേ ഒരു ടീസ്പൂൺ മാത്രമേ ആട്ടോ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴന്ന് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് പച്ചമുളക് ശരിക്കും മാറി വരുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ മസാലയൊക്കെ ആയിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സ് ആക്കി ശരിക്കും തട്ടിപ്പൊത്തി വെച്ച് വെന്ത് വരാനായിട്ട് മൂടി വെക്കാവേ. ചെറിയൊരു ഗ്രേവി പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. പകുതി വെന്ത് വന്ന നമ്മുടെ കോളിഫ്ലവറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഒന്ന് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആയി നല്ലോണം റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടതാ ഇതേപോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കാം കേട്ടോ.